ഈ സെയിം ടൈമിൽ അന്നത്തെ ടോപ്പ് യൂട്യൂബേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ കാസ്ട്രോ ഗെയിമിങ്, MRC ഗോഗു, ഇവരൊക്കെയാണ്. ഈ MRC ഗോഗു എന്നൊക്കെ പറയണ ഇവരൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു പയ്യൻ നമ്മുടെ കൂടെ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അവൻ കുറച്ച് ബെറ്റർ, എന്നെക്കാളും ബെറ്റർ ആയിട്ട് കളിക്കുന്നതുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു ക്ലാനിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഞങ്ങളിപ്പോൾ ഇവരുടെയൊക്കെ കൂടെ കളിക്കുന്നുണ്ട്, ഇവരുടെയൊക്കെ കൂടെ പോയി കളിച്ചാൽ നിനക്ക് യൂട്യൂബിൽ വ്യൂസ് ഒക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞേട്ടാ. അപ്പം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്ലാനിൽ കയറി പറ്റുകയാണ് അടുത്ത എൻ്റെ ലക്ഷ്യം. ഇങ്ങനെ ഒരു ക്ലാനിൽ കയറണം. അല്ലെങ്കിൽ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ അന്ന് IGND എന്ന് പറഞ്ഞിട്ടൊരു ക്ലാൻ ഉണ്ടായിരുന്നു, അതുപോലെ MRC എന്ന് പറഞ്ഞിട്ടൊരു ക്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ MRC ഗോഗു എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബർ ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോൾ ഈ ഒരു ലെവലിൽ ഞാൻ എത്തിയതിൻ്റെ ഒരു കോർ റീസണിൽ ഒരാൾ അവനുമാണ്. ഈ ചാനലിൻ്റെ അന്ന് ഈ MRC ഈഗിൾ എന്നായിരുന്നു എൻ്റെ ചാനലിൻ്റെ പേര്. അങ്ങനെയാണ് എൻ്റെ യൂട്യൂബിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യണത്. സോ അപ്പം ഫസ്റ്റ് മന്ത് അവനിങ്ങനെ കുറേ, അപ്പോൾ എനിക്ക് ആ സമയത്ത് ഏറ്റവും കൂടുതൽ മറ്റേ വെളിയിലത്തെ പ്രവാസികളായിട്ടുള്ള ഓഡിയൻസാണ്. അപ്പോൾ അവരിങ്ങനെ ദിറംസിലും ഖത്തർ റിയാലിലും എല്ലാം ഇങ്ങനെ എനിക്ക് സൂപ്പർ ചാറ്റ്സും എമൗണ്ടും ഒക്കെ ഇതിനകത്ത് സെൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സെൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് ഒരു പർട്ടിക്കുലർ മന്താണ് എനിക്ക് ഈ സ്ട്രീമിംഗ് കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയൊരു നിമിഷമാണ്. ആ ഒരു മാസം എനിക്കന്ന് വളരെ വ്യൂസ് കുറവായിരുന്നെങ്കിലും പ്രവാസികളൊക്കെ ആയതുകൊണ്ട് ഇവർ റിയാലിലും ഈ മറ്റേ കറൻസി AED ആയിരിക്കും പൈസ അയക്കുന്നത്. അപ്പോൾ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നല്ലൊരു എമൗണ്ട് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് നോക്കി ആ ഒരു മാസം ആയപ്പോഴത്തേക്കിന് എനിക്ക് നോക്കിയപ്പം ഞാൻ ആദ്യമായിട്ട് ഗൂഗിൾ ആഡ്സെൻസിൽ എനിക്ക് 15,000 രൂപ, ഇന്ത്യൻ റുപ്പി 15,000 രൂപ വന്നത് അന്നാണ്. പക്ഷേ എനിക്ക് അങ്ങനെ മൂന്നാമത്തെ മാസം ആയപ്പോഴത്തേക്കിന് എനിക്ക് ഏറ്റവും വലിയൊരു എമൗണ്ട് കിട്ടിയത് മൂന്നാമത്തെ മാസമാണ്. മൂന്നാമത്തെ മാസം ഈ പറയുന്നതിനോടൊക്കെ എൻ്റെ ഈ റവന്യൂ കൂടുന്നതനുസരിച്ച് എൻ്റെ വ്യൂസും കൂടുന്നുണ്ട്. ആ സമയത്ത് ഈ റവന്യൂ ആ സമയത്ത് മൂന്നാമത്തെ മാസമൊക്കെ ആയപ്പോഴത്തേക്കിന് എനിക്ക് ആ ഒരു സിംഗിൾ മന്ത് ഒരാൾ തന്നെ ഏകദേശം 25,000 രൂപ എന്തോ ഡൊണേറ്റ് ചെയ്ത് ആ മാസം എനിക്കൊരു 40,000-40,000 രൂപ റവന്യൂ വന്നു. അപ്പം ഒടുവിൽ അത് സംഭവിച്ചു. അത് എൻ്റെ ബാങ്ക് അക്കൗണ്ട്, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ വന്നു കേട്ടോ. പൈസ വന്ന് അയ്യോ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഭയങ്കര തുള്ളിച്ചാടി ഇരിക്കുമായിരുന്നു. അങ്ങനെ വീട്ടിൽ മമ്മിയോടും പപ്പയോടും ആരോടും പറയാതെ നേരെ പോയിട്ട് ആദ്യം പോയി ഫീസ് അടച്ചു കഴിഞ്ഞിട്ട് നേരെ മമ്മിയോടും പപ്പയോടും ഒന്നും പറയാതെ ഞാനിങ്ങനെ വീട്ടിൽ വിളിച്ച് കഴിഞ്ഞിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ ഒരു 60,000-65,000 രൂപയോളം ഉണ്ടായിരുന്നു. ബാക്കി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ ഈ 65,000 രൂപയ്ക്ക് മമ്മിയും പപ്പയും ഇംപ്രസ് ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം, എന്നാലേ എനിക്ക് ഇതിന് വിലയുള്ളൂ എന്നുള്ള രീതിയിൽ എനിക്കറിയാമായിരുന്നു. ഇവിടെ ഒരു TV ഇല്ല ആ സമയത്ത്. അപ്പോൾ ഞാനൊരു 15,000 രൂപയുടെ ഒരു ചെറിയൊരു TV മേടിച്ച്, മമ്മിക്കൊരു 15,000 രൂപയുടെ ഒരു ഫോണും മേടിച്ച് 30,000 രൂപ പൊട്ടിച്ച്, മറ്റേ മമ്മിയോടും പപ്പയോടും പറയാതെ സർപ്രൈസ് ആയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് അവർക്ക് ഇത് കൊടുത്തു.